السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാർ, വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ നിന്നൊരൽപ്പം വിജ്ഞാനം നുകരുവാൻ വേണ്ടി ഈ മജ്ലിസിലേക്ക് വന്നവരെ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തരമായ പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹുവിൻ്റെ ദീൻ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മളൊരു വഴിയിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത്. കഴിഞ്ഞ സംസാരത്തിൽ നിങ്ങൾ കേട്ടതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും അറിവ് അന്വേഷിച്ചുകൊണ്ട് ഒരു വഴിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കുമെന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ഈ ദുനിയാവിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത്. മരണവേളയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്ന ആ മലായിക്കത്തുകളെ കണ്ടുകൊണ്ട് എൻ്റെ യാത്ര സ്വർഗത്തിലേക്കാണ് എന്നൊരാൾക്ക് തിരിച്ചറിയുന്ന ആ ഒരു സമയത്തേക്കാൾ ഒരാൾക്ക് മനോഹരമായ ഒരു സമയവും ദുനിയാവിലില്ല. ആ ഒരു സമയത്ത് വിജയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരുടെയും പരിശ്രമം. നമ്മൾ നിത്യേന നിസ്കരിക്കുന്നതും റമളാനിൽ നോമ്പെടുക്കുന്നതും സാധിക്കുന്നത് പോലെ സാധുക്കൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സദഖകൾ കൊടുക്കുന്നതും ആളുകളോട് നന്നായി പെരുമാറുന്നതും എല്ലാം സഹോദരങ്ങളെ ഈ ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കണം. അതിൽ കുറഞ്ഞ മറ്റൊരു ലക്ഷ്യമോ ആഗ്രഹമോ നമുക്കില്ല. ആ സ്വർഗീയ പ്രവേശനത്തിനേറെ എളുപ്പമുള്ളൊരു കാര്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യമാണ് അള്ളാഹുവിൻ്റെ ദീന് മനസ്സിലാക്കാൻ വേണ്ടി അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം, അതിനുവേണ്ടി മാറിയിരിക്കണം എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ മണിക്കൂറുകൾ, ഈ നിമിഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തരമായ പ്രതിഫലം വാഗ്ദാനം ചെയ്ത ഈ ഒരു അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാമുകമായി പ്രാർത്ഥിക്കുകയാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅ അതിൻ്റെ സവിശേഷതയും വിശേഷണങ്ങളുമൊക്കെ എന്താണ് എന്നുള്ളതാണ് ഈ കുറഞ്ഞ സമയത്ത് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ് സഹോദരങ്ങളെ, ആമുഖമായി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന മുഴുവൻ മുസ്ലിമീങ്ങളും അവരെല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അംഗീകരിക്കുന്നവരാണ്, ഒരേ ഒരു റബ്ബിൻ്റെ അടിമകളാണ്. അവർക്കെല്ലാവർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്, നമുക്കെല്ലാം ഒരു നബിയാണുള്ളത്. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നബിയാണെന്ന് അംഗീകരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. നമുക്കെല്ലാവർക്കും
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമായ ഖുർആൻ എന്ന് പറയുന്ന ഒരൊറ്റ വേദഗ്രന്ഥം മാത്രമേ ഉള്ളൂ. പക്ഷേ എത്ര ഖേദകരമാണ്, ഒരേ അള്ളാഹുവിൻ്റെ, ഒരേ നബിയുടെ, ഒരേ കിതാബിൻ്റെ ആളുകൾ വ്യത്യസ്ത കക്ഷികളും ഗ്രൂപ്പുകളുമായി ചേരി തിരിഞ്ഞിരിക്കുകയാണ് നമ്മുടെ നാടുകളിലൊക്കെ. മുസ്ലിമീങ്ങൾ പരസ്പരം കക്ഷികളായി തീർന്നിരിക്കുകയാണ്. ഈ ഒരു കാര്യത്തിൽ നമ്മളെല്ലാവരും അറിയുന്ന കാര്യമാണ്, അതിൽ നമുക്ക് വലിയ പ്രയാസമുള്ള കാര്യവുമാണ്. ഒരൊറ്റ ഗ്രൂപ്പായി, ഒരൊറ്റ കക്ഷിയായി തീരേണ്ട മുസ്ലിമീങ്ങൾ വ്യത്യസ്ത കക്ഷികളായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപങ്ങൾ ഉന്നയിക്കുക, അതിൻ്റെ പേരിൽ തർക്കങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെ പല പ്രയാസങ്ങൾ പരസ്പരം ഉണ്ടാക്കുക എന്നുള്ള അവസ്ഥ സഹോദരങ്ങളെ വളരെയധികം ഖേദകരമായ ഒരു അവസ്ഥ തന്നെയാണ്. ഓരോ മുസ്ലിമിനും അതിൽ വേദനയുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഞാനും നിങ്ങളുമൊക്കെ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? നമുക്കേതായാലും ഈ പറയുന്ന തർക്കങ്ങളോ ചേരിതിരിവുകളോ അത് പൂർണ്ണമായി ഇല്ലാതാക്കുക എന്ന് പറയുന്നത് നമ്മുടെ ആരുടെയും കഴിവിൽപ്പെട്ട കാര്യമല്ല. നമുക്ക് എന്ത് തന്നെയായാലും ഇത് അഭിമുഖീകരിക്കേണ്ടതുണ്ട്. നാം അത് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയുമാണ്. എന്ത് നിലപാടാണ് ഇത്തരത്തിലുള്ള കക്ഷി ചേരിതിരിവുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും തിരഞ്ഞെടുക്കേണ്ടത്? എല്ലാം ശരിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ പറയുന്ന എല്ലാ ഗ്രൂപ്പുകളും, മുസ്ലിമീങ്ങളെ പ്രതിനിധീകരിക്കുന്ന എല്ലാ ആളുകളും എല്ലാം ശരിയാണ് എന്ന് നമ്മൾ പറയേണ്ടതുണ്ടോ? അങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ടോ? അതാണോ ശരി? അതല്ല, എല്ലാം തെറ്റാണ്, ഇങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകളും കക്ഷികളും ഒക്കെ ഉള്ളതിനാൽ ഞാനിനി ഈ ദീനി രംഗത്ത് തന്നെ ഇല്ല, ഞാൻ എൻ്റെ ഭൗതിക ലോകത്ത് എൻ്റെ കച്ചവടവുമായി, എൻ്റെ ജോലി തിരക്കുകളുമായി, എൻ്റെ ഭൗതിക ആസ്വാദനങ്ങളുമായി ഞാൻ മുന്നോട്ട് പോകുകയും ഈ ദീനി രംഗം പാടെ ഉപേക്ഷിക്കുകയുമാണോ വേണ്ടത്? ഈ രണ്ട് രൂപത്തിലും ആളുകൾ ചിന്തിക്കുന്നത് കാണാൻ സാധിക്കും. ചിലർ പറയും, ആദ്യത്തെ നിലപാടാണ് അവർ പറയുന്നത്, എല്ലാം ശരിയാ, എല്ലാത്തിലും നന്മയുണ്ട്, എല്ലാ ഗ്രൂപ്പുകളും ഖൈറ് തന്നെയാണ്, അങ്ങനെ ഒരു വേർതിരിവൊന്നും നമുക്ക് ആവശ്യമില്ല എന്ന് പറയുന്നവരെ നമുക്ക് കാണാം. യഥാർത്ഥത്തിൽ നമ്മളിത് ചിന്തിച്ചു നോക്കിയാൽ ഈ ഒരു നിലപാട് ബുദ്ധിപരമായി തന്നെ നമുക്ക് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കാര്യത്തിൽ ഒരു പ്രദേശത്തേക്കുള്ള വഴി ഒരാൾ പറയാണ് അത് തെക്കോട്ടേക്കാണ് അങ്ങോട്ട് പോകേണ്ടത് എന്ന് പറയുന്നു. വേറൊരാൾ പറയുന്നത് വടക്കോട്ടേക്ക് പോയാലും അവിടെ എത്തും. മറ്റൊരാൾ പറയാണ് പടിഞ്ഞാറോട്ട് പോയാലും അവിടെ എത്തും. വേറൊരാൾ പറയാണ് അത് കിഴക്കോട്ട് പോയാലും എത്തും. അപ്പം നമ്മൾ എല്ലാം ശരിയാണെന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ ബുദ്ധിപരമായിട്ട് തന്നെ തെറ്റാണ്. ആ പ്രദേശം ഈ പറയുന്ന ഏതെങ്കിലും ഒരു ദിശയിൽ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അതല്ലാത്ത ദിശയിലേക്ക് പോയാൽ ഒരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രദേശത്തേക്ക്, ഉദ്ദേശിക്കുന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുവാൻ സാധിക്കുകയില്ല. എല്ലാം ശരിയാണ് എന്ന് പറയുന്നവന് എല്ലാം ശരിയല്ല എന്ന് പറയുന്നവനെ കൂടി അംഗീകരിക്കേണ്ടി വരും. അതോടുകൂടി അവൻ്റെ ആ വാദം തന്നെ അവിടെ ഇല്ലാതായി തീരുകയാണ്. അതുകൊണ്ട് എല്ലാം ശരിയാണ് എന്ന് പറയുന്നത് ഒരിക്കലും ബുദ്ധിപരമായിട്ട് പോലും സഹോദരങ്ങളെ അത് ശരിയല്ല. ഇനി രണ്ടാമത് പറഞ്ഞ ആളുകൾ അവർ പറയാണ് ഇങ്ങനെയൊക്കെ തർക്ക വിതർക്കങ്ങളൊക്കെ ഉള്ളതിനാൽ, ഒരുപാട് ചേരിതിരിവുകൾ ഉള്ളതിനാൽ ഞാനിതിക്കൊന്നിനുമില്ല, ഞാൻ ഈ ദീനി രംഗത്തേ ഇല്ല, ഇങ്ങനെയുള്ള ഒന്നിനോടും എനിക്ക് സഹകരണമില്ല എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ എന്താണ് അക്കൂട്ടരുടെ അവസ്ഥ? യഥാർത്ഥത്തിൽ ഭൗതികമായിട്ടുള്ള അവൻ്റെ നിത്യജീവിതത്തിലുള്ളൊരു വളരെ കുറഞ്ഞ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ പോലും ഈ ഒരു നിലപാടാരും സ്വീകരിക്കാറില്ല, അല്ലേ? നമ്മളൊരു മൊബൈൽ വാങ്ങാൻ പോകുന്ന സമയത്ത് വ്യത്യസ്ത മൊബൈൽ കമ്പനികൾ ഓരോരുത്തരും മത്സരിച്ച് പറയുന്നത് ഞങ്ങളുടെ കമ്പനിയാണ് ഏറ്റവും നല്ലത് എന്നാണ്. അതിന് ഇന്ന ക്വാളിറ്റികളുണ്ട്, ഇന്ന ഫീച്ചേഴ്സുകളൊക്കെ ഞങ്ങൾ നൽകുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളാരും എല്ലാം കണക്ക് തന്നെ, എല്ലാവരും പറയുന്ന അവരാണ് ശരി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു മൊബൈൽ വാങ്ങിക്കാതിരിക്കുന്നില്ലല്ലോ. നമ്മൾ കൂട്ടത്തിൽ പഠിക്കുകയാണ്. നമ്മൾ അതിന് ഓരോന്നിൻ്റെയും റിവ്യൂ ഒക്കെ കണ്ട് പഠിച്ച് നമ്മുടെ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കി എല്ലാം കൃത്യത ഉറപ്പുവരുത്തി നമ്മൾ മുടക്കുന്ന ഒരു 20,000-ഓ 30,000-ഓ ഒക്കെ അത് നഷ്ടപ്പെടാൻ പാടില്ല, അത് വെറുതെ ആയി പോകാൻ പാടില്ല എന്നുള്ള വളരെയധികം ബുദ്ധിയോടുകൂടി നമ്മളത് തീരുമാനിച്ച് പഠിച്ച് മനസ്സിലാക്കി കാര്യങ്ങൾ മുന്നോട്ട് വെക്കുക. അത്രയൊന്നും വേണ്ട, ചെറിയ നിസാരമായ കാര്യങ്ങൾക്ക് പോലും ബുദ്ധിയുള്ളൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് അവൻ ഉപകാരമുള്ളതാണോ അല്ലേ എന്നുള്ളത് വ്യക്തമായി പഠിച്ചിട്ടേ അവനത് വാങ്ങിക്കുകയുള്ളൂ. അത് ബുദ്ധിയുടെ ലക്ഷണമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് കൊന്നിനുമില്ല എന്ന് പറയുന്നത് സഹോദരങ്ങളെ അതും ശരിയായൊരു നിലപാടല്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരു
ഭിന്നിപ്പുകളും ചേരിതിരിവുകളും കക്ഷികളുമൊക്കെ മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടാകുക എന്നുള്ളത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അള്ളാഹുവിൻ്റെ പ്രാപഞ്ചിക നിയമങ്ങളിൽപ്പെട്ട കാര്യം തന്നെയാണ്. അത് സംഭവിക്കും. സൂര്യൻ ഉദിക്കുന്നത് കിഴക്കാണെന്നതുപോലെ, സൂര്യൻ അസ്തമിക്കുന്നത് പടിഞ്ഞാറാണെന്നതുപോലെ മുസ്ലിം ഉമ്മത്തിൽ ഈ രൂപത്തിലുള്ള കക്ഷി തിരിവുകൾ ഉണ്ടാകുമെന്നുള്ളത്, ചേരികൾ ഉണ്ടാകുമെന്നുള്ളത് അള്ളാഹുവിൻ്റെ പ്രാപഞ്ചിക നിയമത്തിൽപ്പെട്ട കാര്യം തന്നെയാണ്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മുസ്ലിമീങ്ങൾക്കിടയിൽ ഇങ്ങനെ ചേരിതിരിവുകൾ ഉണ്ടാകുമെന്നുള്ളത് വളരെ കൃത്യമായി നമ്മെ അറിയിച്ചിട്ടുള്ള കാര്യമാണ്. അവിടുന്ന് പറഞ്ഞു, ഇന്ന ബനി ഇസ്രായീൽ തഫറഖ 73 മില്ല. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ബനു ഇസ്രായേലുകാർ, അവിടുന്ന് ഉദ്ദേശിച്ചത് നസ്രാണികളെ, അവർ 72 കക്ഷികളായി വേർതിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും ഈ പറഞ്ഞതുപോലെ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അനുയായികളായി ഒരൊറ്റ വിഭാഗമായി തീരേണ്ടവരായിരുന്നു. പക്ഷെ അങ്ങനെ തീർന്നില്ല. അവർക്കൊരു കിതാബായിരുന്നു. അവർക്ക് ഇഞ്ചീൽ എന്നുള്ള കിതാബിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കാൻ, മനസ്സിലാക്കി കൊടുക്കാൻ നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം. പക്ഷെ അവർ വ്യത്യസ്ത ചേരി തിരിവുകളിലായി 72ഓളം കക്ഷികളായി അവർ മാറി എന്നുള്ളതാണ്. വതഫ്തരിഖു ഉമ്മത്തി അലാ 73 മില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈ ഉമ്മത്ത് 73 കക്ഷികളായി തിരിയും, ഒന്ന് കൂടുതലാണ്. കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലേക്കാണ് പോകുന്നത്. ഇല്ലാ വാഹിദ, ഒരൊറ്റ വിഭാഗം മാത്രമാണ് അതിൽ നിന്ന് രക്ഷപ്പെടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള കക്ഷികൾ ഉണ്ടാകുമെന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അവിടുന്ന് സത്യമേ പറയുകയുള്ളൂ. അള്ളാഹുവിൻ്റെ വഹി അനുസരിച്ചിട്ടല്ലാതെ അവിടുന്ന് സംസാരിക്കുകയില്ല. അതുകൊണ്ട് അത് സംഭവിക്കുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. നമ്മളതിൽ വിഷമിച്ചിട്ടോ പ്രയാസം വിചാരിച്ചിട്ടോ യാതൊരു കാര്യവുമില്ല. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണത്തിന്റെ ഭാഗമാണ്. ഈ ദുനിയാവ് റബ്ബ് സുബ്ഹാനഹു വ തആല പരീക്ഷണത്തിന്റെ ഭവനമായി നിശ്ചയിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ വ്യത്യസ്ത ഗ്രൂപ്പുകൾ ഉണ്ടാകുക എന്നുള്ളത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. നമ്മളൊക്കെ ഏതാണ് സത്യം അന്വേഷിച്ച് മനസ്സിലാക്കാൻ, അള്ളാഹുവിന്റെ ദീനിനെ ബഹുമാനിച്ചുകൊണ്ട് അവൻ ഏതിലാണ് സത്യം വെച്ചിട്ടുള്ളത് എന്ന് കണ്ടുപിടിച്ച് മനസ്സിലാക്കിയിട്ട് രക്ഷപ്പെട്ടാൽ മതി. ഇത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. ആളുകൾക്ക് അങ്ങനെ എളുപ്പത്തിൽ അവന് തോന്നുന്നത് പോലെ വളരെ ലാഘവത്തോടുകൂടി അങ്ങനെ മുന്നോട്ട് പോകാനുള്ളതല്ല, പരീക്ഷണം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണമായി നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക. ഓരോരുത്തരും പഠിക്കട്ടെ, മനസ്സിലാക്കട്ടെ. വ്യക്തമായ തെളിവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കി പഠിച്ചിട്ട് തന്നെ അവൻ സത്യം കണ്ടെത്തട്ടെ. അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. സ്വഹാബികൾ ഉടൻ ചോദിച്ചു, ആ രക്ഷപ്പെട്ട വിഭാഗം ആരാണ്? വമൻ ഹിയ യാ റസൂൽ അല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, ഈ 73 കക്ഷികളിൽ നിന്നും രക്ഷപ്പെടുന്ന ആ ഒരു വിഭാഗം ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരു മാർഗത്തിലാണോ ആ മാർഗം പിൻപറ്റുന്നവരാണ് ആ രക്ഷപ്പെട്ട വിഭാഗം എന്ന് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇതാണ് നമ്മുടെ വിഷയം, അഹ്ലുസുന്നത്തി വൽ ജമാഅ, സുന്നത്തിൻ്റെയും ജമാഅത്തിൻ്റെയും ആളുകൾ എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സുന്നത്ത് ജമാഅത്തുകാർ മാത്രമാണ് അതിൽ രക്ഷപ്പെട്ടത്. എങ്ങനെയാണ് ആ വാക്ക് അവിടുന്ന് കിട്ടിയിട്ടുള്ളത്? മാ അന അലൈഹി, ഞാൻ ഏതൊരു മാർഗത്തിലാണോ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതാണ് അഹ്ലുസുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിൻപറ്റുന്ന അഹ്ലുകാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം പിൻപറ്റുന്ന, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുന്ന, അവിടുന്ന് പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കുന്ന, അവിടുന്ന് കൽപ്പിച്ച കാര്യങ്ങൾ അതുപോലെ പ്രവർത്തിക്കുന്ന, അവിടുന്ന് വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആ വിഭാഗമാണ് അഹ്ലുസുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുടെ ആളുകൾ. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിയില്ല, ഒപ്പം തന്നെ പറഞ്ഞു വഅസ്ഹാബി, എൻ്റെ സ്വഹാബികൾ സ്വീകരിച്ചൊരു മാർഗവുമുണ്ട്, ആ മാർഗവും പിൻപറ്റണം. അഥവാ ഇത് രണ്ടും വ്യത്യസ്തമായ മാർഗങ്ങളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു മാർഗത്തിലാണോ ഉണ്ടായിരുന്നത് അതേ മാർഗം തന്നെയാണ് അവിടുത്തെ സ്വഹാബികളും തിരഞ്ഞെടുത്തിട്ടുള്ളത്, അവരും ദീനായി ആചരിച്ചിട്ടുള്ളത്. പക്ഷെ എന്തുകൊണ്ടാണ് ആ സ്വഹാബത്തിന്റെ മാർഗം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? സഹോദരങ്ങൾ, അവിടെയാണ് പ്രധാനപ്പെട്ട വിഷയം. രക്ഷപ്പെടാനുള്ള മാർഗം അവിടെയാണ്. നമ്മുടെ ബുദ്ധി പ്രയോഗിക്കേണ്ട കാര്യം അവിടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബി, എൻ്റെ സ്വഹാബത്തും അവരേതൊരു മാർഗത്തിലാണോ ആ മാർഗത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അഥവാ ഈ പറയുന്ന 73 കക്ഷികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുന്നവർ തന്നെയായിരിക്കും, യാതൊരു സംശയവുമില്ല. അതിലൊരു കക്ഷിയും
അള്ളാഹുവിന്റെ റസൂലിനെ അംഗീകരിക്കാത്തവരുണ്ടാവുകയില്ല. അങ്ങനെ ആയാൽ അവൻ ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്നവനാണ്. പക്ഷേ ഈ 73 കക്ഷികളിൽ 72 ഈ രണ്ടാമത് പറഞ്ഞ കാര്യം അംഗീകരിക്കാത്തവരായിരിക്കും. അവരുടെ വിശ്വാസ കാര്യങ്ങളിൽ, അവരുടെ ആചാര കാര്യങ്ങളിൽ ഈ സ്വഹാബികളുടെ മാർഗം വേണ്ടതില്ല, അതിനേക്കാൾ ബുദ്ധി എനിക്കുണ്ട്, ഞാൻ മനസ്സിലാക്കിക്കൊള്ളാം എന്ന് തീരുമാനിക്കുന്നവരായിരിക്കും ഈ തെറ്റായ നരകത്തിലേക്ക് പോകാൻ അർഹതയുള്ള ആ വിഭാഗത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള പ്രശ്നമുണ്ടാകും. രോഗത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ തന്നെ അതിന്റെ ചികിത്സയും കൂടി പറഞ്ഞു തന്നിട്ടുണ്ട്. അതല്ലാതെ എല്ലാം നശിച്ചു പോകുമെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരു മാർഗത്തിലാണോ ഉള്ളത് ആ മാർഗം നിങ്ങൾ പിൻപറ്റിയാൽ മതി. രക്ഷപ്പെട്ട വിഭാഗം ഇന്ന സംഘടനയാണ്, ഇന്ന ജമാഅത്താണ് എന്നൊരു പേരല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. മറിച്ചൊരു ആദർശത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരു ആദർശത്തിലാണോ ഉള്ളത്, ഞാനും എൻ്റെ സ്വഹാബത്തും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ എങ്ങനെയാണ് ഇബാദത്ത് ചെയ്തത് അതുപോലെ ഇബാദത്ത് ചെയ്യുന്ന അതേ ആദർശം വെച്ചു പുലർത്തുന്ന ആളുകൾ അവർക്ക് വിജയിക്കാൻ സാധിക്കും. അവർ നരകത്തിന്റെ വക്താക്കളായിരിക്കുകയില്ല. ചില റിവായത്തുകളിൽ വന്നതുപോലെ അവർ അൽ ഫിർഖത്തുൻ നാജി ആയിരിക്കും. അവർ രക്ഷപ്പെട്ട വിഭാഗമായിരിക്കും, രക്ഷപ്പെട്ട കക്ഷികൾ അവരായിരിക്കും. അവർക്കാണ് രക്ഷപ്പെടാൻ സാധിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇനി നോക്കൂ, മറ്റൊരു ഹദീസിൽ സഹോദരങ്ങളെ, സ്വഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ പറഞ്ഞ ഒരു കാര്യം നമുക്ക് കേൾക്കാം. ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളൊക്കെ കൂട്ടമായി ഇരുത്തിയിട്ട് അവരോട് വളരെ ഗൗരവത്തിൽ പറഞ്ഞൊരു സംസാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരങ്ങൾ മുഴുവനും സഹോദരങ്ങളെ ഗൗരവത്തിൽ നമ്മൾ പരിഗണിക്കേണ്ട കാര്യമാണ്. അവിടുന്ന് കളിയായി ഒന്നും പറയാറില്ല. തമാശക്ക് വേണ്ടി നേരം പോക്കിന് സംസാരിക്കുന്നവരല്ല അവിടുന്ന്. എന്നിരുന്നാലും ആ സംസാരങ്ങളിൽ തന്നെ വളരെ ഗൗരവമുള്ള ചില സംസാരങ്ങളുണ്ട്. അത് സ്വഹാബികളെ വിളിച്ചിരുത്തി പറയുകയാണ്. ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി. എനിക്ക് ശേഷം ജീവിക്കുന്നവരായ സ്വഹാബികളെ, ഫസയറ ഇഖ്തിലാഫൻ കസീറ. സ്വഹാബികളെ, നിങ്ങൾ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ, നിങ്ങൾ അതിന് സാക്ഷികളാകും. അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും, അത് തീർച്ചയായും ഉണ്ടാകുന്നതാണ്. എന്തു ചെയ്യണം? ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇൽ മഹ്ദിയീൻ അർ-റാഷിദീൻ. ആ വേളയിൽ ഫഅലൈക്കും ബിസുന്നതി, നിങ്ങൾ എൻ്റെ മാർഗം സ്വീകരിക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് ആ മാർഗമേ നിങ്ങൾ സ്വീകരിക്കാൻ പാടുള്ളൂ. ഞാൻ അങ്ങനെയാണോ വിശദീകരിച്ചത് അതുപോലെ നിങ്ങൾ വിശദീകരിക്കാൻ പാടുള്ളൂ. വസുന്നതിൽ ഖുലഫാഇൽ മഹ്ദിയീൻ അർ-റാഷിദീൻ, സച്ചരിതരായ സന്മാർഗികളായ എൻ്റെ ഖുലഫാക്കൾ, എൻ്റെ സ്വഹാബികൾ, അവരുടെ മാർഗവും സ്വീകരിച്ചവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. രക്ഷപ്പെട്ട വിഭാഗം അവരാണ്. അതാണ് സഹോദരങ്ങളെ അഹ്ലു സുന്നത്തി വൽ ജമാഅ. അലൈക്കും ബിസുന്നതി അഥവാ അഹ്ലു സുന്ന, നിങ്ങൾ എൻ്റെ സുന്നത്ത് പിൻപറ്റുക. വസുന്നത്തിൽ ഖുലഫാഇൽ മഹ്ദിയീൻ അർ-റാഷിദീൻ അഥവാ അഹ്ലു സുന്നത്തി വൽ ജമാഅ, എൻ്റെ സ്വഹാബത്തിന്റെ ജമാഅത്തിന്റെ ആ ഒരു മാർഗം നിങ്ങൾ പിൻപറ്റുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സഹാബികളോട് തന്നെ വളരെ ഗൗരവത്തിൽ അവർ ആവർത്തിച്ചു. വഅദ്ദു അലൈഹാ ബിന്നവാജിസ്. ആ മാർഗം പിൻപറ്റുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആ മാർഗത്തിൽ നിന്നും നിങ്ങളെ തെറ്റിച്ചു കളയാൻ, നിങ്ങളെ പിടിച്ചു വലിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും. നിങ്ങൾ പതറാൻ പാടില്ല. വഅദ്ദു അലൈഹാ ബിന്നവാജിസ്, നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കേണ്ടതാണ്. നമ്മൾ എപ്പോഴാണ് ഒരു കാര്യം അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കുക? വളരെ ശക്തിയായി പിടിച്ചു നിർത്തേണ്ട സാഹചര്യം വരുമ്പോഴാണ്. അണപ്പല്ല് കൊണ്ട് തന്നെ നിങ്ങൾ മുറുകെ പിടിക്കേണ്ടതുണ്ട്. വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, എൻ്റെ സുന്നത്ത് പിൻപറ്റാത്ത, എൻ്റെ സ്വഹാബികളുടെ മാർഗം പിൻപറ്റാത്ത മുഹ്ദസാത്തുൽ ഉമൂറുമായി, നിർമ്മിതികളുമായി ഒരുപാട് ആളുകൾ വരും. നിങ്ങളത് കരുതിയിരിക്കണം. നിങ്ങളതിൽ പോകാൻ പാടില്ല. കാരണം ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തില്ലാത്ത, അവിടുത്തെ സ്വഹാബികൾക്ക് പരിചയമില്ലാത്ത മുഴുവൻ വിശ്വാസ ആചാര കാര്യങ്ങളെല്ലാം തന്നെ ബിദ്അത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. വകുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും വഴികേടാണ് എന്ന് സഹോദരങ്ങളെ അവിടുന്ന് വളരെ കൃത്യമായി അറിയിക്കുകയാണ്. അതുകൊണ്ട് ഈ മുകളിലുള്ള 2 ഹദീസിലും നമ്മൾ മനസ്സിലാക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയോടൊപ്പം അവിടുത്തെ സ്വഹാബത്തിന്റെ ചര്യയുമായി അതും കൂടി മുറുകെ പിടിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി സഹോദരങ്ങളെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ആ മാർഗത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മുടെ സ്വഹാബത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. ആരാണ് സ്വഹാബത്ത്? അവരുടെ മാർഗം പിൻപറ്റണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞിരിക്കുന്നു. എന്താണ് അവർക്കുള്ള പ്രത്യേകതകൾ? നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ആ സ്വഹാബികളുടെ ഫضല് മനസ്സിലാക്കിയാലാണ്, അവരുടെ പ്രത്യേകതകൾ മനസ്സിലാക്കിയാലാണ് സഹോദരങ്ങളെ
അവരെ പിൻപറ്റേണ്ടതിന്റെ പ്രാധാന്യം നമുക്ക് ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ കുറിച്ച് വളരെ കൃത്യമായി ഒരുപാട് പുകഴ്ത്തി പറഞ്ഞത് നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഖുർആനിൽ തന്നെ സൂറത്തു തൗബയിൽ 100-ാമത്തെ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ വളരെയധികം പുകഴ്ത്തി പ്രശംസിച്ചത് പറഞ്ഞത് കാണാം. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വന്ന മുഹാജിറുകളിലും അൻസാറുകളിലും പെട്ട ആളുകൾ. വല്ലദീന തബഊഹും ബിഇഹ്സാൻ, പിന്നീട് ആ സ്വഹാബികളെ ഏറ്റവും നല്ല രീതിയിൽ പിൻപറ്റിയ ആളുകൾ. ആരെക്കുറിച്ചാണ് അല്ലാഹു തആല പറയുന്നത്? സഹാബികളെ കുറിച്ച്. അതിൽ തന്നെ ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വന്ന സഹാബികൾ, ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വന്ന മുഹാജിറുകളിലും അൻസാറുകളിലും പെട്ടവർ, അവരും അവരെ പിന്നീട് പിൻപറ്റുന്ന ബാക്കിയുള്ള സഹാബത്തും, ശേഷക്കാരായ ഖിയാമത്ത് നാൾ വരെയുള്ള ആ സഹാബത്തിന്റെ മാർഗം പിൻപറ്റുന്നവരെയും അല്ലാഹു തആല പറയുന്നു, റളിയല്ലാഹു അൻഹും വറദു അൻഹു. അല്ലാഹു ആ മാർഗം പിൻപറ്റിയ സഹാബത്തിനെയും സഹാബത്തിനെ പിൻപറ്റിയ ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടിരിക്കുന്നു. വറദു അൻഹു, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ട ആളുകളാണ്. വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ ദാലികൽ ഫൗസുൽ അളീം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹാബത്തിനും അവരുടെ മാർഗം പിൻപറ്റിയവർക്കും നാളെ പരലോകത്ത് ഉന്നതമായ സ്വർഗം നൽകുകയാണ്. താഴ്ഭാഗത്ത് നിത്യമായി എന്നും വസിക്കാൻ സാധിക്കുന്ന ഒഴുകുന്ന നദികളുള്ള സ്വർഗം അവർക്ക് നൽകിയിരിക്കുകയാണ് എന്ന് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പൊ നമ്മൾ എത്രമാത്രം സഹാബികളുടെ മാർഗം പിൻപറ്റുന്നു അത്രയും അള്ളാഹുവിന്റെ തൃപ്തി നമുക്ക് ലഭിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വല്ലദീന തബഊഹും ബിഇഹ്സാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സഹാബികളാണ്, അവരാണ് മാതൃക, അവരാണ് അളവുകോൽ. അവരെ കണക്കാക്കിയിട്ടാണ്, അവരെത്രമാത്രം നീ പിൻപറ്റുന്നുണ്ട്, നിന്റെ വിശ്വാസം സഹാബികൾ വിശ്വസിച്ചതുപോലെയാണോ, നിനക്ക് ആശ്വസിക്കാം. നീ ചെയ്യുന്ന കർമ്മങ്ങൾ ഓരോന്നും അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിച്ച് ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി ആഗ്രഹിച്ച് ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും അത് സഹാബത്ത് ചെയ്തത് തന്നെയാണോ, നമുക്ക് ആശ്വസിക്കാം. കാരണം അള്ളാഹു തആല പറഞ്ഞത് വല്ലദീന തബഊഹും ബിഇഹ്സാൻ, അവിടെ ഏറ്റവും നല്ല രീതിയിൽ അവരെ പിൻപറ്റിയ ആളുകൾക്കും റളിയല്ലാഹു അൻഹും, അള്ളാഹുവിന്റെ തൃപ്തിയുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ സഹോദരങ്ങളെ, എത്ര ഗൗരവത്തിലാണ് അള്ളാഹു തആല സഹാബികളെ വളരെ കൃത്യമായി അവർക്ക് സ്വർഗമുണ്ടെന്ന് നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളത്. അവരെ പിൻപറ്റിയ ആളുകൾക്കും സ്വർഗമുണ്ടെന്ന് അറിയിച്ചു തന്നിട്ടുള്ളത്. പിന്നെ ഏത് മാർഗമാണ് നമ്മൾ തേടി പോകുന്നത്? നമ്മൾ നിത്യവും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ തേടുന്ന ഒരേ ഒരു ദുആയുണ്ട്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. റബ്ബേ, സിറാത്തൽ മുസ്തഖീമിലേക്ക് നീ ഞങ്ങളെ വഴി നടത്തണമേ എന്ന് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കാറുണ്ട്. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, ഉടനെ തന്നെ ആ വഴി നമ്മൾ അല്ലാഹു തആലയോട് പറയുന്നത് അല്ലാഹു നീ അനുഗ്രഹിച്ച ആളുകളുടെ വഴിയാണത്. അസ്സിറാത്തൽ മുസ്തഖീം എന്ന് പറയുന്നത് അല്ലാഹു നീ അനുഗ്രഹിച്ച ചിലർ സഞ്ചരിച്ചിട്ടുള്ള വഴിയാണത്. ഗൈരിൽ മഗ്ലൂബി അലൈഹിം, നിനക്ക് കോപമുണ്ടാക്കുന്ന ആളുകളുടെ വഴിയല്ലത്. വലദ്ദാല്ലീൻ, നിന്റെ ദീനിൽ നിന്നും വഴി പയച്ചു പോയിട്ടുള്ള ആളുകളുടെ വഴിയുമല്ലത് എന്ന് നമ്മൾ പറയാറുണ്ട്. ആ വഴിയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ആരാണ് അസ്സിറാത്തൽ മുസ്തഖീം, അതിൽ സഞ്ചരിച്ചിട്ടുള്ള ആളുകൾ? ആരാണ് അൻഅംത അലൈഹിം, അല്ലാഹുവേ നീ അനുഗ്രഹിച്ചവരും എന്ന് പറഞ്ഞത് ആരാണ് സഹോദരങ്ങളെ? നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസായിൽ 69-ാമത്തെ ആയത്തിൽ ഈ സൂറത്തുൽ ഫാത്തിഹയിൽ പറഞ്ഞ അല്ലാഹു അനുഗ്രഹിച്ച ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വമയ്യുതിഇല്ലാഹ വർ-റസൂൽ, ആരല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നുവോ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച ആളുകളോടൊപ്പമായിരിക്കും. ആരാണ് അനുഗ്രഹിച്ച ആളുകൾ? മിനൻ നബിയീൻ വസ്സിദ്ദീഖീൻ വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീക. നബിമാരുടെ കൂട്ടത്തിൽ, സുദ്ദീഖുമാരുടെ കൂട്ടത്തിൽ, ശുഹദാക്കളുടെ കൂട്ടത്തിൽ, സാലിഹീങ്ങളായ സുഹൃതം ചെയ്യുന്ന അള്ളാഹുവിനെ നന്നായി ഇബാദത്ത് ചെയ്യുന്ന ഈ പറയുന്ന ആളുകളാണ് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച ആളുകൾ. വഹസുന ഉലൈക റഫീക, അവരോടൊപ്പം നമുക്ക് കൂടാൻ സാധിക്കുക എന്നുള്ളത് എത്ര നല്ല കാര്യമാണ്, എത്ര നല്ല കൂട്ടുകാരാണ് അവർ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ കാര്യത്തിൽ ആദ്യം വരുന്ന അല്ലാഹുവിന്റെ നബിമാരാണ്. നബിമാരിൽ വിശ്വസിച്ച സിദ്ദീഖുകളാണ്. അതിലേറ്റവും പ്രധാനിയായ ആൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അതുപോലെ തന്നെ ശുഹദാക്കളായ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ജീവൻ പോലും സമർപ്പിച്ചിട്ടുള്ള ശുഹദാക്കളാണ്, സ്വാലിഹീങ്ങളാണ്. സഹാബികളെ കുറിച്ചാണ് സഹോദരങ്ങളെ ഇവിടെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത്, അവരെ പിൻപറ്റുന്ന ആളുകളും. അതുകൊണ്ട് സിറാത്തൽ മുസ്തഖീം എന്ന് നമ്മൾ ചോദിക്കുന്ന ആ മാർഗം തന്നെയാണ് യഥാർത്ഥത്തിൽ സഹാബികളുടെ മാർഗം. ആ
ആ മാർഗം പിൻപറ്റണം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അല്ലാഹു പറഞ്ഞല്ലോ, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, തീർച്ചയായും ഇതാണ് എൻ്റെ സിറാത്തുൽ മുസ്തഖീം, എൻ്റെ സിറാത്തുൽ മുസ്തഖീം ഈ മാർഗമാണ്. ഫത്തബിഊഹു, ആ നേരായ മാർഗത്തെ നിങ്ങൾ പിൻപറ്റണം, നിങ്ങൾ എല്ലാവരും പിൻപറ്റണം. ആ സിറാത്തുൽ മുസ്തഖീമിന് നിങ്ങൾ പിൻപറ്റണം. വലാ തത്തബിഉസ് സുബുൽ, അവിടെ മാത്രം നിർത്തിയില്ല, ആ സിറാത്തുൽ മുസ്തഖീമിൽ നിന്നും തെറ്റിപ്പോകുന്ന ഒരുപാട് മാർഗങ്ങളുണ്ട്, അത് നിങ്ങൾ പിൻപറ്റാൻ പാടില്ല. കാരണം സഹാബികളുടെ മാർഗമല്ലാത്ത, സിറാത്തുൽ മുസ്തഖീം അല്ലാത്ത ആ മാർഗങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അള്ളാഹു പറയുന്നു, വലാ തത്തബിഉസ് സുബുൽ ഫതഫറഖ ബികും അൻ സബീലി, കാരണം അതിൽ ഏതെങ്കിലും ഒരു മാർഗത്തിൽ നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫതഫറഖ ബികും അൻ സബീലി, നിങ്ങളെ ഈ മാർഗത്തിൽ നിന്ന് തെറ്റിക്കും. നാം തുടക്കത്തിൽ പറഞ്ഞല്ലോ, എല്ലാ മാർഗവും അത് ഹക്കിലേക്ക് എത്തിക്കുകയില്ല. സ്വഹാബികളുടെ മാർഗം പിൻപറ്റാതെ മറ്റേതെങ്കിലും ഒക്കെ മാർഗം പിൽക്കാലത്ത് വന്ന ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള മാർഗങ്ങൾ ആരെങ്കിലും സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് യഥാർത്ഥ മാർഗത്തിൽ നിന്നും തെറ്റിക്കുന്നതാണ്. ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയോടുകൂടി മുത്തഖീങ്ങളായി മുന്നോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മഹത്തരമായ ഉപദേശമാണതെന്ന് സഹോദരങ്ങളെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വളരെ കൃത്യമായി പഠിപ്പിച്ചു തരികയാണ്. ഈ ആയത്തുകളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത് യഥാർത്ഥ വഴി ഒന്നേ ഉള്ളൂ. ഫത്തബിഊഹു, അള്ളാഹു ഏകവചനത്തിലാണ് പറഞ്ഞത്. ആ മാർഗം ഒറ്റൊന്നേ ഉള്ളൂ, അത് നിങ്ങൾ പിൻപറ്റണം. സബീൽ എന്നാണ് പറഞ്ഞത്, സിറാത്തുൽ മുസ്തഖീം ഒരൊറ്റ മാർഗമായിട്ടാണ് പറഞ്ഞത്. എന്നാൽ അനേകം മാർഗങ്ങളുണ്ട്, സുബുലുകളുണ്ട്, ഒരുപാട് ത്വരീഖത്തുകളുണ്ട്. അതൊന്നും നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. സ്വഹാബത്തിന്റെ മാർഗം അത് മാത്രം സ്വീകരിക്കണം. വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒന്നുകൂടി ഗൗരവത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ആ മാർഗം സ്വീകരിക്കാതെ പോകുന്ന ആളുകൾക്ക് അവർക്ക് എന്താണ് അതുകൊണ്ടുണ്ടാകുന്ന ദോഷം. അള്ളാഹു പറയാൻ, വമൻ യുശാഖിഖിർ റസൂൽ, ആരെങ്കിലും അള്ളാഹുവിന്റെ റസൂലിനോട് എതിരായി പ്രവർത്തിക്കുകയാണ്. റസൂൽ പറയുന്നത് അവൻ ശ്രദ്ധിക്കുന്നില്ല. റസൂൽ ഒരു മാർഗത്തിലാണെങ്കിൽ അവൻ മറ്റൊരു മാർഗത്തിലാണ്. മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദ, വ്യക്തമാക്കി പറഞ്ഞു കൊടുത്തു. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിൽ ഇങ്ങനെയാണ് ഉള്ളത്, ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പക്ഷേ അവൻ എതിരായിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു തആല കൂടെ പറയുന്നു, വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എതിരാകുക എന്നുള്ളത് മാത്രമല്ല, മുഅ്മിനീങ്ങളുടെ മാർഗത്തിനോടും അവൻ എതിരായിക്കൊണ്ട് മറ്റൊരു മാർഗം അവൻ സ്വീകരിക്കുകയാണ്. ആരാണ് സഹോദരങ്ങളെ ഈ ആയത്ത് ഇറങ്ങുന്ന സമയത്ത് മുഅ്മിനീങ്ങളായിട്ട് ഈ ഭൂമിയുടെ മുകളിൽ ആരാണ് ജീവിച്ചിരുന്നിട്ടുള്ളത്? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. സൂറത്തു നിസായിലെ 115 ഈ ആയത്ത് ഇറങ്ങുന്ന സമയത്ത് ഭൂലോകത്ത് മുഅ്മിനീങ്ങളായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തല്ലാതെ മറ്റാരാണുള്ളത്? ഭൂമിയുള്ള മുഴുവൻ മനുഷ്യരോടും അല്ലാഹു തആല പറയാൻ, ആരെങ്കിലും റസൂലിന്റെ മാർഗത്തിന് എതിരായി എന്നിട്ട് മറ്റു മാർഗങ്ങൾ സ്വീകരിക്കുന്നു, അവർ മുഅ്മിനീങ്ങളുടേതല്ലാത്ത മാർഗങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്തുകൊണ്ട് പറയുന്നത്. അങ്ങനെ ആ സ്വഹാബികളുടെ മാർഗം സ്വീകരിക്കാത്ത ആളുകൾക്കുള്ള ശിക്ഷ നുവല്ലിഹി മാ തവല്ല, അവൻ തിരിഞ്ഞെടുത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തിരിക്കുന്നതാണ്. കാര്യങ്ങൾ സത്യമായി മനസ്സിലായിട്ടും ഗ്രഹിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവന്റെ മുന്നിൽ ഉണ്ടായിട്ടും അവൻ തിരിഞ്ഞു കളയുകയാണെങ്കിൽ അതിനുള്ള ശിക്ഷ തിരിഞ്ഞെടുത്ത് തന്നെ അവനെ തിരിക്കുക എന്നുള്ളതാണ്. അല്ലാഹു തആല പറയാൻ, അത് ദുനിയാവിൽ അവന് കിട്ടുന്ന ശിക്ഷയാണ്. ആഖിറത്തിൽ വനുസ്ലിഹി ജഹന്നം, അവനെ നരകത്തിലിട്ട് കരിക്കുന്നതാണ്. വസാഅത്ത് മസീറ, അതെത്ര മോശമായ പര്യവസാനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരങ്ങളെ നമ്മോട് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് അല്ലാഹു ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞ കാര്യം തന്നെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ നിങ്ങൾ സ്വീകരിക്കണം എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും സ്വഹാബികളുടെ സുന്നത്തും നിങ്ങൾ സ്വീകരിക്കണം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരുപാട് സഹോദരങ്ങളെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ചില സഹാബികൾ മഗ്രിബ് നിസ്കരിക്കാൻ വേണ്ടി മസ്ജിദിലേക്ക് എത്തി. മഗ്രിബ് നിസ്കരിച്ചപ്പോൾ അവർ വിചാരിച്ചു കുറച്ചുകൂടി ഇവിടെ നിന്നിട്ട് ഇശാ കൂടി നിസ്കരിച്ചിട്ട് പിരിയാം, അതുവരെ മസ്ജിദുൻ നബവിയിൽ തന്നെ കഴിച്ചുകൂടാം എന്ന് വിചാരിച്ച് അവർ ഇരിക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നപ്പോൾ അവരെ അവിടെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാസിൽതും ഹാഹുന, നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടോ, പോയിട്ടില്ലേ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ് സല്ലൈന മഅക്കൽ മഗ്രിബ്, അല്ലാഹുവിന്റെ റസൂലെ ഞങ്ങൾ താങ്കളോടൊപ്പം മഗ്രിബ് നിസ്കരിച്ചിട്ടുണ്ട്. സുമ്മ കുല്ലാ നജ്ലിസു ഹത്താ നുസല്ലി മഅക്കൽ ഇശാ, താങ്കളോടൊപ്പം ഇശാ കൂടി നിസ്കരിച്ചിട്ട് പിരിയാമെന്ന് ഞങ്ങൾ പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്സൻതും വ അസബ്തും, നിങ്ങൾ നല്ല കാര്യമാണ് ചെയ്തത്, നിങ്ങൾ ചെയ്തത് ശരിയാണ്. മഗ്രിബ് നിസ്കരിച്ച് അവിടെ തന്നെ ഇരുന്ന് ഇശാ വരെ നിങ്ങൾ കാത്തിരുന്നല്ലോ. സുമ്മ ഖാല ഫറഫഅ റഅസഹു ഇല സമാ, സഹാബി പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ആകാശത്തേക്ക് നോക്കുകയാണ്. വകാന കസീറൻ മിമ്മ യർഫഉ റഅസഹു ഇല സമാ, അവിടുന്ന് ധാരാളമായി ഇങ്ങനെ ആകാശത്തേക്ക് നോക്കാറുണ്ടായിരുന്നു എന്ന് പറയാം. എന്നിട്ട് പറഞ്ഞു,
അന്നുജൂമു അമനത്തുൽ ലിസ്സമ, ആകാശത്തിന്റെ അമനത്തായിട്ട് അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊരു പ്രതിരോധമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. നക്ഷത്രങ്ങൾ ആകാശത്തെ സംരക്ഷിക്കുന്ന കവചങ്ങളാണ്. ഫഇദാ ദഹബത്തിൻ നുജൂമു അതതിസ് സമാഅ മാ തുഅത്, ആ നക്ഷത്രങ്ങൾ പോയാൽ ആകാശത്തിന് എന്താണോ താക്കീത് ചെയ്തിട്ടുള്ളത് അത് വരിക തന്നെ ചെയ്യും. ഖിയാമത്ത് നാളാണ് പറയുന്നത്. നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്ന സമയത്ത് ആകാശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തകർക്കുന്നതാണ്, അതിനെ പിളർത്തുന്നതാണ്. അത് സംഭവിക്കും. എന്നിട്ട് പറഞ്ഞു വഅന അമനത്തുൽ ലി അസ്ഹാബി, ഞാൻ എൻ്റെ സ്വഹാബിക്ക് ഒരു പരിരക്ഷയാണ്, ഞാൻ എൻ്റെ സ്വഹാബികൾക്ക് സംരക്ഷണമാണ്. ഫഇദാ ദഹബ്തു അതാ അസ്ഹാബി മാ യുഅദൂൻ, ഞാൻ മരണപ്പെട്ടു പോയാൽ, ഞാൻ വഫാത്തായാൽ സഹാബികൾക്ക് എന്താണോ അല്ലാഹു തആല കരുതിയിട്ടുള്ള താക്കീത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത് വരുന്നതാണ്. അവരുടെ കടയിൽ വ്യത്യസ്ത ഫിത്നകൾ കടന്നു വരുന്നതാണ്. ശേഷം പറയുന്നു വഅസ്ഹാബി അമനത്തുൽ ലി ഉമ്മത്തി, എൻ്റെ സ്വഹാബത്ത് എൻ്റെ ഉമ്മത്തിനുള്ള പരിരക്ഷയാണ്, അവർക്കുള്ള സംരക്ഷണമാണ്. ഫഇദാ ദഹബ അസ്ഹാബി അതാ ഉമ്മത്തി മാ യുഅദൂൻ, എൻ്റെ സ്വഹാബത്ത് മരണപ്പെട്ടാൽ ഈ ഉമ്മത്തിന് എന്തൊക്കെ താക്കീത് ചെയ്തിട്ടുണ്ടോ അതെല്ലാം കടന്നു വരുന്നതാണ്. അല്ലെ, നമ്മളൊക്കെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളുടെ അവസാന കാലഘട്ടമാകുമ്പോഴേക്കും വ്യത്യസ്ത കക്ഷികൾ വരാൻ തുടങ്ങി, വ്യത്യസ്ത ഗ്രൂപ്പുകൾ വരാൻ തുടങ്ങി. ഖവാരിജുകൾ പ്രത്യക്ഷപ്പെട്ടു, അതുപോലെ ഒരുപാട് ഗ്രൂപ്പുകൾ, സഹോദരങ്ങളെ, ഖദരിയാക്കൾ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ വ്യത്യസ്ത കക്ഷികൾ ഇങ്ങനെ ഉടലെടുക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞത്. അവിടെ നക്ഷത്രത്തോടാണ് സഹാബികളെ ഉപമിച്ചത് എന്ന് കാണാൻ സാധിക്കും. നക്ഷത്രങ്ങൾ ആകാശത്തിന് അലങ്കാരമാണ്, അതുപോലെ തന്നെ സഹാബികൾ ഈ ദീനിന്റെ അലങ്കാരമാണ്. നക്ഷത്രങ്ങൾ, ആകാശത്തുള്ള നക്ഷത്രങ്ങൾ ആളുകൾക്ക് ഭൂമിയിൽ വഴി കാണിക്കുന്നവരാണ്. സഹാബികൾ, സഹോദരങ്ങളെ, ഈ ദീനിന്റെ വഴി അടയാളമാണ്. ഏതാണ് ദീനിന്റെ ശരിയായ പാത എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ആളുകളാണ്. അതുപോലെ നക്ഷത്രങ്ങൾക്കുള്ള മറ്റൊരു കാര്യമായി ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത്, ആയത്തുകളിൽ വന്നിട്ടുള്ളത്, അത് പിശാചുക്കളെ ആട്ടിയോടിക്കുന്നതാണ് എന്ന് വന്നിട്ടുണ്ട്. സഹാബികളാകട്ടെ അവർ ഈ ദീനിനെ പൊളിച്ചു കളയാൻ ശ്രമിക്കുന്ന ബിദ്അത്തിന്റെ ആളുകളെ തകർത്ത് കളയുന്നതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ നക്ഷത്രങ്ങളോട് ഉപമിച്ചത് എന്ന് കാണാം. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ അവിടുന്ന് സംസാരിച്ചത് കാണാം. സഹാബിയായ അർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു പറയാൻ, സല്ലല്ലാ ബിനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിൻ, ഞങ്ങൾ ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നിസ്കരിച്ചു, ജമാഅത്തായി ഒരു നിസ്കാരം നിർവഹിച്ചു. സുമ്മ അഖ്ബല അലൈന, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് നേരെ തിരിഞ്ഞിരുന്നു. ഫവഅലനാ മൗഇളതൻ ബലീഗ, അവിടുന്ന് വളരെയധികം, വളരെ കൃത്യമായിട്ട് നല്ലൊരു പ്രഭാഷണം അവിടുന്ന് നടത്തി. ആഴത്തിലുള്ള ഒരു പ്രഭാഷണം അവിടുന്ന് സംസാരിക്കുകയുണ്ടായി. സറഫത് മിൻഹൽ ഉയൂൻ വവജ്ലത് മിൻഹൽ ഖുലൂബ്, ഞങ്ങളുടെയൊക്കെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകിത്തുടങ്ങി, ഞങ്ങളുടെയൊക്കെ ഹൃദയങ്ങൾ പേടിച്ച് വറക്കുവാൻ തുടങ്ങി. ആ രൂപത്തിലൊരു പ്രഭാഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുകയും വല്ലപ്പോഴുമാണ് അവിടുന്ന് അങ്ങനെ ഒരു പ്രഭാഷണം നടത്തുക. ഫഖാല ഖാഇൽ, കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് കഅന്ന ഹാദിഹി മൗഇളതു മുവദ്ദിഇൻ, അല്ലാഹുവിന്റെ റസൂലെ, താങ്കളുടെ സംസാരം കേൾക്കുമ്പോൾ വിട പറഞ്ഞു പോകുന്ന, വഫാത്താകാൻ ഉടനെ പോകുന്ന ഒരാളുടെ സംസാരം പോലെയുണ്ടല്ലോ. ഫമാദാ തഅഹദു ഇലൈന, താങ്കൾ എന്താണ് ഞങ്ങൾക്ക് ചില കരാറുകൾ, ചില നിർദ്ദേശങ്ങൾ എന്താണ് ഞങ്ങൾക്ക് തരാനുള്ളത് എന്ന് ചോദിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മനോഹരമായ, നമ്മളൊക്കെ ചിന്തിക്കേണ്ട ചില ഉപദേശങ്ങൾ നൽകുകയാണ്. ഊസീകും ബിത്തഖ്വല്ലാഹ് വസ്സംഇ വത്താഅ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണം, റബ്ബിനെ ഭയപ്പെടണം, തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് ഞാൻ വസിയത്ത് നൽകുകയാണ്. വസ്സംഇ വത്താഅ, അതുപോലെ നിങ്ങളുടെ മുസ്ലിം ഭരണാധികാരികൾ, അവരെ നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും വേണം. വൈൻ അബ്ദൻ ഹബശിയൻ, നിങ്ങൾക്കുമേൽ ഭരണാധികാരിയായി വരുന്നത് യഥാർത്ഥത്തിൽ ഭരണത്തിന് അർഹതയില്ലാത്ത ഒരു അടിമയാണെങ്കിലും ശരി, അടിമകൾക്ക് ഭരണത്തിന് അർഹതയില്ല, എന്നാൽ അവരാണ് ഭരണം കൈയാളിയതെങ്കിലും നിങ്ങളുടെ മേൽ ഭരണാധികാരിയായി അവർ വന്നു കഴിഞ്ഞാൽ അവരെ കേൾക്കുകയും അനുസരിക്കുകയും വേണം. ഫൈനഹു മൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ, എനിക്ക് ശേഷം ആരാണോ ജീവിക്കുന്നത് അവർ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുന്നതാണ്. ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ സുന്നത്ത് പിൻപറ്റണം, എൻ്റെ സ്വഹാബികളുടെ സുന്നത്ത് പിൻപറ്റണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ്. തമസ്സകൂ ബിഹാ വഅദ്ദു അലൈഹാ ബിന്നവാജിസ്, അണപ്പല്ല് കൊണ്ട് നിങ്ങൾ മുറുകെ പിടിക്കണം. വയ്യാക്കും വമുഹ്ദസാത്തുൽ ഉമൂർ, പുതിയ കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല, കാരണം എല്ലാ ബിദ്അത്തുകളും ളലാലത്താണ് എന്ന് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുകയാണ്.
അതുകൊണ്ട് ഏത് കാര്യവും സഹാബികൾ എങ്ങനെ വിശ്വസിച്ചു, സഹാബികൾ എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളത് പഠിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. അല്ലാഹു തആല പറഞ്ഞല്ലോ, ഫൈൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൂ. ആ ആളുകൾ നിങ്ങൾ വിശ്വസിച്ചതുപോലെ, അഥവാ സഹാബികളെ അഭിമുഖീകരിച്ചുകൊണ്ട് അല്ലാഹു തആല പറയാൻ, ഫൈൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി, നിങ്ങൾ വിശ്വസിച്ചതുപോലെ, സഹാബികളെ നിങ്ങൾ വിശ്വസിച്ചതുപോലെ ഈ പറയുന്ന ആളുകളെല്ലാം വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഫഖദ് ഇഹ്തദൂ, അവർ സന്മാർഗത്തിലെത്തിയിട്ടുണ്ട്. സഹാബികൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ചാൽ അവർ സന്മാർഗത്തിലെത്തിയിട്ടുണ്ട്. വഇൻ തവല്ലൗ, സഹാബികളുടെ മാർഗത്തിൽ നിന്നും ആരെങ്കിലും തിരിഞ്ഞു പോകുകയാണെങ്കിൽ ഫഇന്നമാഹും ഫീ ശിഖാഖ്, അവർ കേവല കക്ഷി മത്സരത്തിൽ മാത്രമാകുന്നു. അവർക്ക് കക്ഷി മത്സരത്തിൽ ഗ്രൂപ്പുകളായി തീർന്നിരിക്കുന്നു. അവർ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണെന്ന് പറയാൻ സാധിക്കുകയില്ല. ഫസയക്ഫീകഹുമുല്ലാഹു വഹുവസ് സമീഉൽ അലീം, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മതിയാകുന്നതാണ്. അവൻ എല്ലാം കേൾക്കുകയും എല്ലാം അറിയുകയും ചെയ്യുന്ന ആളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറയാം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഖുർആനിന്റെ ഓരോ ആയത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളും സഹാബികൾ മനസ്സിലാക്കിയതുപോലെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം. നമ്മൾ ഏതൊരു ആയത്ത് മനസ്സിലാക്കുമ്പോഴും ഏതൊരു ഹദീസ് മനസ്സിലാക്കുമ്പോഴും അതിനാരെങ്കിലും എന്തെങ്കിലുമൊക്കെ വിശദീകരണങ്ങൾ പറഞ്ഞു തന്നാൽ നമ്മൾ ആദ്യം ചോദിക്കേണ്ടത്, ആദ്യം ചിന്തിക്കേണ്ടത്, സഹാബികൾ എങ്ങനെയാണോ അത് മനസ്സിലാക്കിയത്, അങ്ങനെയാണെങ്കിൽ ഞാൻ അതുപോലെ മനസ്സിലാക്കാം, ഞാൻ അതുപോലെ വിശ്വസിക്കാം. സഹാബികൾക്ക് അങ്ങനെ പരിചയമില്ല, അവർക്ക് അങ്ങനെ അറിയുക പോലുമില്ല എങ്കിൽ സഹോദരങ്ങളെ മനസ്സിലാക്കുക, ഇത് വലാലത്തിന്റെ വഴികേടിന്റെ മാർഗമാണ്. ഞാൻ നിങ്ങൾക്ക് ഏതാനും ചില ഉദാഹരണങ്ങൾ പറഞ്ഞു തരാം. സഹാബികൾ പറയാത്ത വിശദീകരണങ്ങൾ പറഞ്ഞിട്ട് ഈ സമൂഹത്തിൽ വ്യത്യസ്ത ഗ്രൂപ്പുകളും കക്ഷികളും ചേരിതിരിവുകൾ ഉണ്ടാക്കുകയും ജനങ്ങളെ വലാലത്തിന്റെ വഴികേടിന്റെ മാർഗങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നതിന്റെ ചില ഉദാഹരണങ്ങൾ സഹോദരങ്ങളെ പറഞ്ഞു തരാം. സൂറത്തുൽ മാഇദയിൽ 5-ാമത്തെ അധ്യായം 35-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, ഓ മുഅ്മിനീങ്ങളെ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണം. വബ്തഗു ഇലൈഹിൽ വസീല, നിങ്ങൾ അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം സ്വീകരിക്കണം. അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങൾ നിങ്ങൾ സ്വീകരിക്കണം. വജാഹിദു ഫീ സബീലിഹി ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ അവന്റെ മാർഗത്തിൽ ധർമ്മ സമരത്തിൽ ഏർപ്പെടുകയും ചെയ്യണം, നിങ്ങൾക്ക് വിജയം പ്രാപിക്കാം. എന്താണ് അല്ലാഹു തആല പറഞ്ഞത്? തഖ്വ പാലിക്കാൻ പറഞ്ഞ ഉടനെ പറഞ്ഞു വബ്തഗു ഇലൈഹിൽ വസീല, അല്ലാഹുവിലേക്ക് അടുക്കുവാനുള്ള വസീലത്തുകൾ, മാർഗങ്ങൾ നിങ്ങൾ സ്വീകരിക്കണം എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു. നമുക്ക് കാണാം, നമ്മുടെ നാട്ടിൽ ചില ആളുകൾ എന്തു ചെയ്യും, ഈ ആയത്തുകൾ എടുത്തു കൊണ്ടുവന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഒരാൾക്ക് നേർക്ക് നേരെ അടുക്കുവാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് അടുക്കുവാനുള്ള മാർഗം തേടാൻ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആ മാർഗത്തിൽ പെട്ടതാണ് മരിച്ചുപോയ അമ്പിയാക്കളെയും സാലിഹ്യങ്ങളെയും നമ്മൾ സമീപിക്കുകയും അവരോട് നമ്മുടെ പ്രാർത്ഥനകളും ആവലാദികളും വേവലാദികളും ഒക്കെ നമ്മൾ ബോധിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത്. ഇതെല്ലാം ഇതിൽ പെടുന്നു എന്ന് പറഞ്ഞ് ചില ആളുകൾ രംഗത്ത് വന്നു. മുസ്ലിമീങ്ങളായ, അള്ളാഹുവിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കേണ്ടവരായ, നിത്യവും അവരുടെ നിസ്കാരത്തിൽ അള്ളാഹുവെ നിന്നോട് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് ആവർത്തിച്ച് പറയുന്ന മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ തെറ്റിച്ചു കളയുവാൻ വേണ്ടി ഖുർആനിൽ നിന്ന് തന്നെ ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് ചില ആളുകൾ എന്ത് പറയാൻ തുടങ്ങി? വബ്തഗു ഇലൈഹിൽ വസീല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള മാർഗങ്ങൾ നിങ്ങൾ തേടുക, അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഔലിയാക്കളായ ആളുകളുടെ ഖബറിങ്ങിൽ ചെന്നുകൊണ്ട് അവരോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണത്. അവരോട് സഹായം തേടുക എന്നുള്ളതാണ്. അവരോട് നമ്മുടെ വേവലാദികൾ പറയുക എന്നുള്ളതാണ്. അങ്ങനെയാണ് അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കേണ്ടത്. നേർക്കുനേരെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കളഞ്ഞു. എത്രത്തോളം അവർ നാട്ടു രാജാക്കന്മാരെ പോലെ അല്ലെങ്കിൽ നാട്ടിലെ ഏതെങ്കിലും ഭരണം കൈയാളുന്ന ആളുകളെ പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഖിയാസാക്കി കളഞ്ഞു, അള്ളാഹുവിനെ അത്ര തരം താഴ്ത്തി കളഞ്ഞു. സുബ്ഹാനല്ലാഹ്. അഥവാ നമുക്ക് നേർക്ക് നേരെ പോയാൽ നമ്മുടെ കാര്യങ്ങൾ നടക്കുകയില്ല. നമുക്ക് നേർക്ക് നേരെ ചോദിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരിഗണിക്കുകയില്ല. നമ്മൾ അതിന്റെ മാർഗങ്ങളിലൂടെ പോകണം. ആ മാർഗമാണ് ഈ ആയത്തിൽ പറഞ്ഞു വബ്തഗു ഇലൈഹിൽ അസ്സബി വൽ വസീല എന്നവർ വ്യാഖ്യാനിച്ചു കളഞ്ഞു. എങ്ങനെയാണ് സഹോദരങ്ങളെ ഇത് അതിന്റെ വ്യാഖ്യാനമല്ല നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? ഖുർആനല്ലേ ഓതിയത്, ഖുർആനിലല്ലേ തെളിവ് പറഞ്ഞത്. എന്തു ചെയ്യും, എന്താണ് ഇതിനുള്ള മറുപടി? എങ്ങനെ നമുക്ക് സത്യം മനസ്സിലാക്കാൻ സാധിക്കും? ഈ വലാലത്തിന്റെ വഴികേടിന്റെ മാർഗത്തിൽ പെട്ടുപോകാതെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെയും അവിടുത്തെ സഹാബത്തിന്റെയും മാർഗം എങ്ങനെ നമുക്ക് ശരിയായി മനസ്സിലാക്കാൻ സാധിക്കും? ഒരൊറ്റ ചോദ്യം മതി. നമുക്ക് അവരോട് ചോദിക്കാൻ സാധിക്കും, ഏത് സ്വഹാബിയാണ് ഈ ആയത്തിൽ ഇങ്ങനെ ഒരു വിശദീകരണം നൽകിയിട്ടുള്ളത്? ഏത് സ്വഹാബിയാണ് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ആയത്തിനെ മനസ്സിലാക്കുകയും
അങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുകയോ സഹായം തേടുകയോ ചെയ്തിട്ടുള്ളത് ഏത് താബിഈയാണ്, ഏത് ഇമാമാണ്? 4 മദ്ഹബിന്റെ ഇമാമുകൾ അത് പഠിപ്പിച്ചുവോ? നമുക്ക് വളരെ കൃത്യമായി ചോദിച്ചാൽ നമുക്ക് ആ കാര്യത്തിൽ വളരെ കൃത്യമായി ഉത്തരം മനസ്സിലാക്കാൻ സാധിക്കും. ഏതൊരു സാധാരണക്കാരന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ആയത്തിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല, മറിച്ച് വബ്തഗു ഇലൈഹിൽ വസീല എന്നുള്ളത് തഫ്സീറിൽ കാണാൻ സാധിക്കും. വത്ലുബുൽ ഖുർബ മിൻഹു ബിഅദാഇ മാ അമറകും ബിഹി വൽബുഅദി അമ്മാ നഹാകും അൻഹു. അല്ലാഹുവിലുള്ള സാമീപ്യം നിങ്ങൾ എങ്ങനെ കരസ്ഥമാക്കണം? അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. 5 വക്ത് നിസ്കരിക്കണം, വളരെ കൃത്യമായി 5 വക്ത് നിസ്കരിക്കണം. നിങ്ങൾ നിർബന്ധ നോമ്പ് അത് പാലിക്കണം. സാമ്പത്തികമായ കഴിവുള്ള ആളുകൾ സക്കാത്ത് നൽകണം, ഹജ്ജിന് പോകണം, ഉംറക്ക് പോകണം, സദഖകൾ നൽകണം. ഫർദിന് പുറമെ സുന്നത്തുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്കുള്ള സാമീപ്യം നിങ്ങൾ തേടണം. അതോടൊപ്പം അള്ളാഹു വിലക്കിയിട്ടുള്ള സകല നിഷിദ്ധങ്ങളിൽ നിന്നും ഹറാമുകളിൽ നിന്നും ഒരാൾ വിട്ടുനിൽക്കണം. ഇതാണ് വബ്തഗു ഇലൈഹിൽ വസീല എന്ന് പറയുന്നത്. മുഫസ്സിരീങ്ങളെല്ലാം വിശദീകരിച്ചത് ഇജ്മാ ഉള്ള കാര്യം ഇതിങ്ങനെ തന്നെയാണ്. ഒരാൾ പോലും ഒരു തഫ്സീറിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാന്മാരുടെ ഖബറിങ്കൽ പോയി അവരോട് തേടലാണ്, അവരോട് സഹായം ചോദിക്കലാണ്, അപേക്ഷിക്കലാണ് എന്ന് ഒരാളും പറഞ്ഞത് കാണാൻ സാധിക്കുകയില്ല. കാരണം അത് ദീനുൽ ഇസ്ലാമിന്റെ ഘടകവിരുദ്ധമായ കാര്യം കൂടിയാണ്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഖുർആൻ അല്ലാഹു ഭൂലോകത്തേക്ക് ഇറക്കിയിട്ടുള്ളത്, ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ മനുഷ്യരെ മുഴുവനും അല്ലാഹു പടച്ചിട്ടുള്ളത്, ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ അമ്പിയാക്കളെ മുഴുവനും പറഞ്ഞയച്ചിട്ടുള്ളത്, അതിന് നേർവിരുദ്ധമായ, ഖുർആനിന്റെ ആശയത്തിന് നേർവിരുദ്ധമായ കാര്യം ഖുർആനിന്റെ ആയത്ത് കൊണ്ട് ആളുകൾ തെളിവ് സ്ഥാപിക്കാൻ കൊണ്ടു നടക്കുന്നു. അത് പൊളിഞ്ഞു പോകുന്നത് സഹോദരങ്ങളെ ഈ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾക്ക് മുമ്പിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, സഹാബികൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് സഹോദരങ്ങളെ അവർക്ക് ആ പറഞ്ഞ കാര്യം പിൻവലിക്കേണ്ടി വരികയാണ്. സത്യത്തിന്റെ മുന്നിൽ അവരുടെ കാലിടറിപ്പോകുകയാണ് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ധാരാളക്കണക്കിന് സാധുക്കളായ ആളുകൾ, അവർ പലരും സാധുക്കളായ ആളുകളാണ്. അള്ളാഹുവിന്റെ റസൂലിനുള്ള സ്നേഹം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം വർഷാവർഷം ആഘോഷിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. റബീഉൽ അവൽ 12 ആകുമ്പോൾ തന്നെ, റബീഉൽ അവൽ മാസം അതിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തന്നെ വ്യത്യസ്ത രൂപങ്ങളിലുള്ള ആരാധന കർമ്മങ്ങളും സ്വലാത്തുകളുമായി ആഘോഷ പരിപാടികൾ നടക്കുന്ന ആളുകളുണ്ട്. അവരോട് നമ്മൾ ചോദിക്കുകയാണ്, എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാനുള്ള തെളിവുള്ളത്, ഖുർആനിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവരിതാ സഹോദരങ്ങളെ ഖുർആനിൽ നിന്നും ആയത്ത് പാരായണം ചെയ്യുകയാണ്. അള്ളാഹു പറഞ്ഞതായിട്ട് കുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു, പറയുക അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടും കാരുണ്യം കൊണ്ടുമാണത്. ഫബിദാലിക ഫൽയഫ്റഹു, അതുകൊണ്ട് അവർ സന്തോഷിച്ചു കൊള്ളട്ടെ. വഖൈറും മിമ്മാ യജ്മഊൻ, അവർ സമ്പാദിച്ചു കൂട്ടിയിരിക്കുന്ന ഈ സമ്പാദ്യങ്ങളെക്കാളും അവർക്ക് ഉത്തമമായിട്ടുള്ളത് അതാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, എന്താണ് ഫബിദാലിക ഫൽയഫ്റഹു, അതുകൊണ്ട് അവർ സന്തോഷിച്ചു കൊള്ളട്ടെ. അതിന് വ്യത്യസ്ത തഫ്സീറുകൾ വന്നിട്ടുണ്ട്. അതിലൊരു തഫ്സീർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമാണെന്നുള്ളത് ശരി തന്നെയാണ്. എന്നാൽ അതിന്റെ യഥാർത്ഥത്തിലുള്ള തഫ്സീർ അത് ഖുർആനാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ നമുക്ക് ഇറക്കി നൽകിയത് അതിൽ സന്തോഷിച്ചു കൊള്ളൂ എന്നുള്ള തഫ്സീറുകൾ മുഫസ്സിറുകൾ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. എന്ത് തന്നെയായാലും നമുക്ക് ചോദിക്കാമല്ലോ, ഈ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത്, അവതരിച്ചിട്ടുള്ളത് സഹാബികൾക്കിടയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ഈ ആയത്ത് ഇറങ്ങുന്ന സമയത്ത് അവർക്ക് ചുറ്റുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം അറിയാത്തവരാണോ അവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മളെക്കാൾ അറിയുന്നവരാണ് അവർ. അവർക്ക് ഏറ്റവും നന്നായി അറിയാൻ സാധിക്കും. ഉന്നത കുടുംബത്തിൽ ജനിച്ചയാളാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടത്തെ കുറിച്ച് വളരെ കൃത്യമായി ആളുകൾക്ക് അറിയാൻ സാധിക്കും. പക്ഷേ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഫബിദാലിക ഫൽയഫ്റഹു, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്നുള്ളത് വർഷാവർഷം റബീഉൽ അവൽ 12-ന് നബിദിന പരിപാടികൾ നടത്തുക, അത് ചെറിയൊരു സദസ്സാക്കിയിട്ടാണെങ്കിലും അങ്ങനെയാണോ അവർ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഒരിക്കലും അവർ മനസ്സിലാക്കിയിട്ടില്ല. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആനിലുള്ള ഒരു ആയത്ത്, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വഹാബികൾ അങ്ങനെ മനസ്സിലാക്കി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആരെങ്കിലും ഏതെങ്കിലുമൊക്കെ അവർക്ക് പ്രചരിപ്പിക്കാനുള്ള ആശയം അതിനുള്ള തെളിവായി ഖുർആനിൽ ആയത്ത് കൊണ്ടുവന്നാൽ നമുക്ക് അവരോട് ചോദിക്കുവാനുള്ളത്, ഈ ആയത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഈ ആയത്തിനെ അതിൻ്റെ പ്രഥമ അഭിസംബോധിതരായ സ്വഹാബികൾ അവർ ഈ രൂപത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ? അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ തീർച്ചയായും അവരത് ചെയ്യുന്നവരാണ്.
സഹാബികൾ അവർ കേൾക്കേണ്ട താമസം അത് നടപ്പിൽ വരുത്തുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി ലഭിച്ച ആളുകളാണ്. അവരെക്കാളും ആയത്തുകളെ പ്രയോഗവൽക്കരിക്കാൻ മുൻപന്തിയിലുള്ള ഒരാളും ഈ സമുദായത്തിലില്ല, ഈ സമുദായത്തിൽ ഉണ്ടാവുകയുമില്ല. അപ്പം അങ്ങനെയുള്ള സഹാബികൾ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ സഹോദരങ്ങളെ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അതുകൊണ്ട് ഏത് ആശയാദർശങ്ങൾ കൊണ്ടുവരുന്ന സമയത്തും ഏത് കർമ്മങ്ങൾ കൊണ്ടുവരുന്ന സമയത്തും നമുക്ക് അവരോടുള്ള ചോദ്യം എങ്ങനെയാണ്? ഇത് ആയത്തിലുണ്ട്, ഖുർആനിലുണ്ട്, ശരി തന്നെയാണ്, ഞാൻ സമ്മതിക്കാം. ഇത് സ്വഹീഹായ ഹദീസിലുണ്ട്, ഞാൻ സമ്മതിക്കാം. പക്ഷേ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഏത് സഹാബിയാണ് അങ്ങനെ ചെയ്തത്? ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഏത് സഹാബിയാണ് അത് ചെയ്തത്? സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ നമുക്ക് ചോദിക്കുകയും സത്യം മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി സഹോദരങ്ങളെ, ഏതാനും ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശം പിൻപറ്റേണ്ട നമ്മൾ അത് നിർബന്ധമാണ് നമ്മൾ മനസ്സിലാക്കി. എന്തായിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ, വിശേഷണങ്ങൾ എന്താ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അറിവ് സമ്പാദിക്കുന്നതിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കും എന്നുള്ളതാണ്. ദീന് പഠിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കും അഹ്ലുസുന്നത്തി വൽ ജമാഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലുടനീളം ഹദീസുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി തവണ നമ്മോട് ഉണർത്തിയിട്ടുള്ള കാര്യമാണ് അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുക എന്നുള്ളത്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറയാൻ, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നബിയെ നീ പഠിച്ചു മനസ്സിലാക്കണം, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ലെന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്ന് നബിയെ നീ മനസ്സിലാക്കണം എന്ന് അല്ലാഹു തആല ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം പ്രാധാന്യമായിരിക്കും അത്. സൂറത്തു മുഹമ്മദിൽ ആയത്താണ്. സൂറത്തു മുഹമ്മദ് മദീനയിൽ അവതരിച്ചിട്ടുള്ള സൂറത്താണ്, മദനിയായ സൂറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീണ്ട 13 വർഷം മക്കക്കാരോട് ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തൻ്റെ നാടായ മക്കയിൽ നിന്നും വേർപിരിഞ്ഞു പോകേണ്ടി വന്നത്. തൻ്റെ കുടുംബ ബന്ധങ്ങളെ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് മദീനയിലേക്ക് പ്രയാസപ്പെട്ടുകൊണ്ട് പലായനം ചെയ്യേണ്ടി വന്നിട്ടുള്ളത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയാണ്. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല മദീനയിലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഈ ആയത്ത് കേൾക്കുന്ന ലോകാവസാനം വരെയുള്ള മുഴുവൻ ആളുകളെയും അല്ലാഹു തആല ഉണർത്തി പറയണം, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, പഠിക്കണം, മനസ്സിലാക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് മനസ്സിലാക്കണം എന്നുള്ളത്. അതുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങളോട് വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്താനുള്ള ഒരു കാര്യം, നമുക്ക് സത്യത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ അതിന് ഏറ്റവും ആധാരമായ കാര്യം ദീന് പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ വെറുതെ കൈകെട്ടിയിരുന്നാൽ നമ്മുടെ സ്വർഗത്തിന്റെ മാർഗം എളുപ്പമാവുകയില്ല. അള്ളാഹുവിന്റെ കലാമ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമല്ലേ? നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു നിധിയുടെ വെളിപ്പെടുത്തലുമായി ഒരാൾ നമുക്കൊരു സന്ദേശം അയക്കുകയാണ്, ഒരു രാജാവ് നമുക്ക് സന്ദേശം അയക്കുകയാണ്. അയാൾ സന്ദേശം അയച്ചിട്ടുള്ളത് അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള അയാളുടെ ഭാഷയിലാണെന്ന് വിചാരിക്കുക. ഒരു ഫ്രഞ്ച് ഭാഷയിൽ നമുക്കൊരു സന്ദേശം കിട്ടി. അതിൽ ലോകത്തെ ഏറ്റവും വലിയ നിധിയെ കുറിച്ചിട്ടാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മളൊക്കെ ആ കാര്യം എടുത്ത് പൂട്ടിയിട്ട് വീട്ടിൽ വെച്ചിട്ട് മിണ്ടാതിരിക്കുകയോ? ബുദ്ധിമാനായ ആളുകൾ എന്ത് ചെയ്യും? ആ ഫ്രഞ്ച് ഭാഷ പഠിക്കും, അത് മനസ്സിലാക്കും. അതിലെവിടെയാണ് അതിൻ്റെ റൂട്ട് മാപ്പുകൾ പറഞ്ഞത്, എവിടെയാണ് അത് കുഴിച്ചാൽ കിട്ടുക, എവിടെ ഖനനം ചെയ്യണം, പഠിച്ചു മനസ്സിലാക്കി അതിൻ്റെ പിന്നാലെ പോവുകയായിരിക്കും. ദുനിയാവിൻ്റെ ഒരു ബുദ്ധി ഉണ്ടെങ്കിൽ സഹോദരങ്ങൾ അതല്ലേ നമ്മൾ ചെയ്യുക? അല്ലാഹു തആല ആഖിറത്തിനെ കുറിച്ച്, സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിയെക്കുറിച്ച് വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്ന മാർഗനിർദ്ദേശമാണ് അള്ളാഹുവിൻ്റെ കലാമായ ഖുർആൻ എന്ന് പറയുന്നത്. നമുക്കൊക്കെ എത്ര വയസ്സ് നമുക്ക് കഴിഞ്ഞുപോയി സഹോദരങ്ങളെ, എത്ര വീഴ്ച വരുത്തിയിരിക്കുന്നു നമ്മൾ. ആ ഖുർആനിന്റെ ആശയം നമുക്ക് എത്രമാത്രം അറിവുണ്ട് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക. ഓരോരുത്തരും അവനെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക. ഓരോ പുരുഷനും ഓരോ സ്ത്രീയും ചിന്തിച്ചു നോക്കുക, ഈ ഖുർആനുമായി എൻ്റെ ബന്ധം എന്താണ്? അത് കൃത്യമായി പാരായണം ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ എവിടെയാണ്? അതിൻ്റെ പാരായണ നിയമങ്ങൾ പോലും അറിയില്ല. പിന്നെയാണ് നമുക്ക് അതിൻ്റെ ആശയങ്ങൾ, അതിൻ്റെ ആദർശങ്ങൾ, സഹോദരങ്ങളെ, അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹു എന്നോട് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. നമ്മൾ ഓരോരുത്തരെയും വിളിച്ചിട്ടാണ് അള്ളാഹു തആല യാ അയ്യുഹല്ലദീന ആമനു മുഅ്മിനീങ്ങളെ എന്ന് പറഞ്ഞ് അള്ളാഹു ചില കാര്യങ്ങൾ നമ്മോട് കൽപ്പിക്കുന്നത്, ചിലതിനെ തൊട്ട് നമ്മളോട് വിലക്കുന്നത്. നമ്മളിത് അറിയുന്നില്ല, നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ യാത്രയിൽ തിരക്കിലാണ്, നമ്മൾ ദുനിയാവ് വെട്ടിപ്പിടിക്കുന്നതിന്റെ തിരക്കിലാണ്. നമ്മൾ പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെ മുന്നോട്ട് പോവുകയാണ്. സഹോദരങ്ങളെ, വലിയ വീഴ്ചയാണത്. അതുകൊണ്ട് നമുക്കിവിടെ ഇങ്ങനൊരു സ്ഥാപനവും ഇതിൻ്റെ സജ്ജീകരണങ്ങളും അത് ഒരുക്കി കിട്ടിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി
ഹംദ് പറയുക, അൽഹംദുലില്ലാ എന്ന് പറയുക എത്രയോ ആളുകൾക്ക് ലഭിക്കാത്തൊരു കാര്യമാണ്. ഖുർആൻ പഠിക്കാനുള്ള വേദികൾ, അതിനുള്ള സംവിധാനങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള ആളുകൾ, അതിനുവേണ്ടി മാറിയിരിക്കുന്ന, നമുക്ക് വേണ്ടി അതിനുവേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ മാറിയിരിക്കുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാട്ടിൽ നൽകിയിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, വല്ലാഹി തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കണം, ലോകത്ത് എത്രയോ ആളുകൾക്ക് ലഭിക്കാത്ത വലിയൊരു കാര്യമാണത്. അത് ശരിക്കും ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ മുമ്പിൽ നാളെ നമ്മൾ ചോദ്യം ചെയ്യപ്പെടും. നിനക്ക് പഠിക്കാൻ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നല്ലോ, അല്ലാഹുവിന്റെ കലാമ് മനസ്സിലാക്കാൻ നിനക്ക് ഇങ്ങനെയുള്ള മാർഗങ്ങൾ ഉണ്ടായിരുന്നല്ലോ, എന്താണ് നീ ചെയ്തത്? നീ അതിനെ നിഷേധിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ നിന്റെ ദുനിയാവിന് വേണ്ടി അതിനെ മറന്നുകൊണ്ട് നീ അങ്ങനെ ജീവിക്കുകയാണോ? സഹോദരങ്ങൾ, നമ്മൾ ഓരോരുത്തരും ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അള്ളാഹു ഖുർആനിൽ ഒരു കാര്യം കൽപ്പിച്ചിട്ട് നമ്മളത് പഠിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് റബ്ബിന്റെ മുന്നിൽ കൈമലർത്താൻ നമുക്ക് സാധിക്കുകയില്ല. ഈ ഖുർആൻ ഒന്നുകിൽ നമുക്ക് എതിരെയുള്ള സാക്ഷിയാണ്, അല്ലെങ്കിൽ നമുക്കുള്ള സാക്ഷിയാണ്. അതനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ അത് നമുക്കുള്ള സാക്ഷിയാണ്, അതനുസരിക്കാതെ ജീവിക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ അത് നമുക്കെതിരെയുള്ള സാക്ഷിയാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സഹോദരങ്ങളെ, മുസ്ലിം ഉമ്മത്തിൽ നാം പറഞ്ഞല്ലോ വ്യത്യസ്ത കക്ഷികളും ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ടാകുമെന്നുള്ളത്. അവരോടുള്ള നിലപാട് നമുക്ക് എങ്ങനെയായിരിക്കണം? നമ്മൾ ആരോടൊപ്പമാണ് ഉണ്ടാകേണ്ടത്? നമ്മൾ ആളുകളെ ഇഷ്ടപ്പെടേണ്ടതും സഹോദരങ്ങളെ ആളുകളെ വെറുക്കേണ്ടതും ഈ ഒരു അടിസ്ഥാനത്തിൽ മാത്രമാണ്. ആരാണോ റസൂലുള്ളാഹിന്റെ സുന്നത്തിനോട് യോജിച്ച കാര്യങ്ങൾ ചെയ്യുന്നത്, ആരാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുന്നത്, അവർ ചെയ്തതുപോലെ ചെയ്യുന്നത്, അവരെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. അവരെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. ആരങ്ങനെ ചെയ്യുന്നില്ലേ അവർ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുകയില്ല. അഥവാ നമ്മുടെ സ്നേഹങ്ങളും നമ്മുടെ വെറുപ്പുമെല്ലാം നമ്മൾ നിശ്ചയിക്കേണ്ടത് നമ്മുടെ പ്രാദേശികമായ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ ഒരു സംഘടനാപരമായ കാര്യത്തിലാകാൻ പാടില്ല. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ അതെല്ലാം കക്ഷിത്വങ്ങളായി തീരും. നമ്മുടെ സ്നേഹവും വെറുപ്പുമെല്ലാം സഹോദരങ്ങളെ നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയവും ആദർശവും പിൻപറ്റുന്ന ആളുകളോടായിരിക്കണം. അവരെ നമ്മൾ സ്നേഹിക്കണം. ആ മാർഗം പിൻപറ്റാത്ത ആളുകളെയാണ് സഹോദരങ്ങളെ നമുക്ക് സ്നേഹിക്കാതെ വെറുത്ത് അവരിൽ നിന്ന് മാറി നിൽക്കേണ്ടത് അവരെയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സ്നേഹിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടൊപ്പം നിലകൊള്ളാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അതാണ് സ്നേഹത്തിന്റെയും വെറുപ്പിന്റെയും മാനദണ്ഡം. അതല്ലാതെ മുസ്ലിമീങ്ങൾക്ക് കക്ഷി തിരിയുവാൻ, ചേരിതിരിവുകൾ ഉണ്ടാകുവാൻ ഇത്തരത്തിലുള്ള സംഘടനാ സംവിധാനങ്ങളോ അല്ലെങ്കിൽ പ്രാദേശികമായ ഏതെങ്കിലും കൂട്ടായ്മയിലുണ്ട്, ഞാൻ ഈ സംഘടനയിലാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് മറ്റവൻ എനിക്ക് ഇഷ്ടമല്ല, ഞാൻ ഇന്ന സംഘടനയിലാണ് അതുകൊണ്ട് അവനെ എനിക്ക് ഇഷ്ടമല്ല, അങ്ങനെയല്ല. മറിച്ച് നിങ്ങളെല്ലാവരും ആരാണോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് അനുസരിച്ച് സ്വഹാബികളുടെ വിശ്വാസം അനുസരിച്ച് ആരാണോ മുന്നോട്ട് പോകുന്നത്, നമ്മളത് പഠിക്കാൻ തയ്യാറാണ്. അതിനാണ് ഒന്നാമത് ഞാൻ പഠിക്കുക എന്ന് പറഞ്ഞത്. ആ സ്വഹാബികൾ ഓരോ വിഷയത്തിലും എങ്ങനെയാണ് വിശ്വസിച്ചത് എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പഠിക്കാനുള്ള സംവിധാനം ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമ്മോട് പറഞ്ഞിട്ടുള്ളതുമാണ്. തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹ് വസുന്നതി. രണ്ട് കാര്യം ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചു പോകുകയാണ്. അള്ളാഹുവിന്റെ കലാമാണത്, ഖുർആനാണത്, എൻ്റെ സുന്നത്താണത്. അത് നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ വഴിപഴിച്ചു പോകുകയില്ല എന്ന് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പഠിക്കുകയും അതിനനുസരിച്ച് നമ്മുടെ ജീവിതം മാറ്റുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ കുറഞ്ഞ സമയത്ത് സഹോദരങ്ങളെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ രൂപത്തിലാണ് നിങ്ങളോട് പറയുവാൻ സാധിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കാനും അതിലേറ്റവും നല്ലത് പിൻപറ്റാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹുവിന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് വിട്ടുപുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. اللهم اغفر لنا ذنوبنا كلها دقها وجلها سرها وعلانيتها صغيرها وكبيرها يا ارحم الراحمين. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم انا نسالك الجنه وما قرب اليها من قول او عمل. اللهم انا نسالك الجنه وما قرب اليها من قول او عمل. اللهم انا نسالك الجنه وما قرب اليها من قول او عمل. اللهم يا مقلب القلوب، اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله تعالى أعلم وصلى الله على نبينا محمد وعلى آله وصحبه وسلم.
സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.